ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞു എന്ന് കരുതിയാൽ അത് തെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ തട്ടിപ്പ് മാത്രം ശീലിച്ചിരിക്കുന്ന ലീഡർമാർ ഈ ഒരു ജഡ്ജ്മെൻറ്റിനെ വളച്ച് ഒടിച്ച് തിരിച്ച് മറിച്ച് ആൾക്കാരെ പറ്റിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നത്തെ തോൽവി മന്ത്രയിലും ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത്, അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചിരി വരും. അവൻ പറയുന്നത് ഈ ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത് തീർത്തും കോടതി നമ്മുടെ ഹൈറിച്ചിന് അനുകൂലമായ വിധിയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ് എന്നൊക്കെയാണ് ഇവൻ തട്ടിവിടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജിനിൽ ജോസഫിൻ്റെ വാദമെന്നും എന്താണ് കോടതിയുടെ ആ ABC എന്ന് പറഞ്ഞിരിക്കുന്ന ആ ജഡ്ജ്മെൻറ്റിലെ അവസാന പോയിന്റുകൾ എന്തൊക്കെയാണെന്നും പിന്നെ ഈ ഒരു ഉത്തരവ് എന്തെങ്കിലും വിധത്തിൽ പ്രാബല്യത്തിലാവാനോ അതിൻ്റെ ഗുണം നമ്മുടെ ആൾക്കാർക്ക് ഞായറാഴ്ച 103 രൂപ കാത്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ കമ്പനിക്ക് തന്നെയോ എന്തെങ്കിലും രീതിയിലുള്ള ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജിനിൽ ജോസഫിൻ്റെ വാക്കുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പറയുകയാണ്, ഈ കോടതി വിധി എന്ന് പറഞ്ഞാൽ തീർത്തും അനുകൂലമാണ്, നിങ്ങൾ പടക്കം പൊട്ടിച്ചതും നിങ്ങൾ ആഹ്ലാദിച്ചതൊന്നും വെറുതെ അല്ല എന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് എന്തായിരുന്നു ഈ വക്കീലിൻ്റെ ഇവരുടെ അശ്വിൻ വക്കീലിൻ്റെ വാദമെന്ന് നമുക്ക് എടുത്തു നോക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ആ വാദത്തെ ഖണ്ഡിക്കുന്ന ഗവൺമെൻറ് പ്ലീഡറുടെ വാദങ്ങൾ തുടങ്ങുന്നത് 4ാമത്തെ പേജിൽ നിന്നാണ്. 4ാമത്തെ പേജിൽ ഗവൺമെൻറ് പ്ലീഡർ began his submission saying that these writ petition is not maintainable in view of the fact that every order under section 7 of 3 of the Buds Act is amenable only to a challenge before designated court as per section 8 thereof. അപ്പോൾ ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ബഡ്സ് ആക്ട് പ്രകാരം ഒരു നടപടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ സെക്ഷൻ 8 പ്രകാരം സെക്ഷൻ 7 of 3 പ്രകാരം നടപടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും രീതിയിൽ മാറ്റം വരുത്താനുള്ള ഉത്തരവിടേണ്ടത് ഡെസിഗ്നേറ്റഡ് കോർട്ടാണ്, ഇതിനു വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ സെഷൻ കോർട്ടാണ് എന്ന് അദ്ദേഹം നമ്മുടെ ഹൈറിച്ചിൻ്റെ വക്കീലിനെ പഠിപ്പിക്കുകയാണ് അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത്. അതിനുശേഷം he pointed out that the combined reading of section 13 and 15 of the said act would render indubitable that very മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എടുത്ത് ദൂരെ കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇന്നത് വേണ്ട, ഇന്നത് ചെയ്താൽ മതി, ഇവരെ നന്നായിക്കോളാം, ഇവരുടെ ഇന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയം, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവർ പെരുങ്കള്ളന്മാരാണ്, ശരി, എന്നാൽ പിന്നെ ഇവരെ അറ്റാച്ച്മെൻ്റൊക്കെ കൺഫേം ചെയ്തിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇവരെ ഇവിടുന്ന് കുടിയിറക്കിയേക്കളാം എന്ന് പറയാനുള്ള അധികാരങ്ങൾ സെക്ഷൻ 13-ലും 15-ലും ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കും. അതെന്താണ്, അത് എന്തുകൊണ്ടാണ് ആ വക്കീലിന് സെക്ഷൻ 13-നും 15-നും പറയാനുള്ള ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ വക്കീൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതാണ് അതിലേക്കാണ് വരുന്നത്. ഇവരുടെ വക്കീലിൻ്റെ ആകെയുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് hence that the petitioner's request ആയിരുന്നു for defreezing one of their accounts can also be considered by the said court without any legal impediment. ഇവരുടെ ഈ വക്കീലിൻ്റെ ഇവരുടെ 69 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതിൽ നിന്ന്
ഒരക്കൗണ്ട് ഡീഫ്രീസ് ചെയ്ത് കൊടുക്കാനും ഈ കൂട്ട് തന്നെയാണ് പോകേണ്ടത്. വൺ ഓഫ് ദിയർ അക്കൗണ്ട്, ഒരക്കൗണ്ട് ഒന്ന് ഡീഫ്രീസ് ചെയ്ത് തരൂ എൻ്റെ ജഡ്ജി യമാനെ എന്നാണ് ഇവർ പറഞ്ഞത്. ഒരു അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്ത് തരൂ, പട്ടിണിയാണ്, പൈസ ഇല്ല. അത് വായിക്കണം. വൺ ഓഫ് ദിയർ അക്കൗണ്ട്, ഒരക്കൗണ്ട്, ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യുന്ന വൺ ഓഫ് ദിയർ അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യാനും പോകേണ്ടത് സെഷൻ കോർട്ടിൽ തന്നെയാണ്. ഇവിടെ നിന്ന് സമയം പാഴാക്കണ്ട എന്നാണ് ഗവൺമെന്റിന്റെ വക്കീല് പറഞ്ഞു കൊടുത്തത്. അത് വായിക്കണം. എന്തുകൊണ്ടാണ് വക്കീല് ഒരു അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുമായിട്ട് ഹൈക്കോടതി പോയത് എന്ന്. ഇത്ര വൈകിട്ട് 8-ാം തീയതി നമുക്കൊക്കെ 7-ാം തീയതി നമുക്കൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിലും 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22-ാം തീയതിയാണ് ഇത് വരുന്നത് കോർട്ടിലേക്ക്. എന്തുകൊണ്ട് ഇത്രയും 13 ദിവസം പാഴാക്കി എന്ന് നിങ്ങൾ ചോദിക്കണം. എന്നിട്ട് ചോദിക്കുകയാണ് ഒരക്കൗണ്ട് ഡീഫ്രീസ് ചെയ്ത് തരൂ, ഒരക്കൗണ്ട് ഡീഫ്രീസ് ചെയ്ത് തരൂ എന്നിട്ട്. നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുപാട് ആൾക്കാരെ നമ്മുടെ അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുപാട് ആൾക്കാരെ പിന്നെയും പറ്റിച്ച് പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിൽ ചുളുവിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. ആയിരക്കണക്കിന് കേസ് വരും, നമ്മൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഒരക്കൗണ്ട്. ഉളുപ്പുണ്ട് ഇവർക്ക് ഒരക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കാൻ ചോദിക്കുകയാണ്. ഒരു ഉളുപ്പുണ്ട് ഇവർക്ക് ഇത്രയും അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു അക്കൗണ്ട് ഡീഫ്രീസ് തരൂ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതും വേറെ ഏതോ കോർട്ടിൽ പോയിട്ട് നമ്മൾ ഇവർക്ക് സുപ്രീം കോടതി പോയിക്കോട്ടെ. ജിന്നിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതിയിൽ പ്രഗത്ഭനായ വക്കീലുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നാൽ സുപ്രീം കോടതി പോയിക്കൂടെ? ഇതിനേക്കാൾ സിറ്റിംഗ് ഫീ പോവുമായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഇവരുടെ റിക്വസ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ജഡ്ജ്മെന്റിൽ ഇത് എടുത്ത് പറയേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് വിധിന്യായത്തിലേക്ക് വരാം. ABC എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വളച്ചൊടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ വിധിന്യായത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവൻ രാമചന്ദ്രൻ എന്ന നീതിമാനായ ജഡ്ജ് പറയുകയാണ്, ഇതൊക്കെ കേട്ടതിന് ശേഷം ഈ ഒരു അവസരത്തിൽ ഞാനിതാ ഓർഡർ ഇടുന്നു. I leave the liberty to the petitioners to approach the competent court against attachment order, for which purpose all contentious are left open. അപ്പോൾ ഇതാ ഞാൻ പറയുന്നു, ഇവർക്ക് സെഷൻ കോർട്ട് പോകാൻ ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ അനുവദിച്ചിരിക്കുന്നു. അതാ ആക്ട് തന്നെ ഉള്ളത് തന്നെയാണ്, ബഡ്സ് ആക്ട് തന്നെ ഉള്ളതാണ്. അത് വായിച്ചാൽ മതി. ഞാനിതാ എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആ സെഷൻ കോർട്ട് പോയിട്ട് സെഷൻ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉച്ചക്ക് 11:30 145-ാമത്തെ കേസ് എടുത്തപ്പം ഇത് ഇവിടെയല്ല, നീ ഒന്ന് പോയി തരുമോ എന്ന് ചോദിച്ചാണ്. എനിക്ക് 10-300 കേസ് എടുക്കാൻ 400-ലധികം കേസ് ഉണ്ടായിരുന്നു അന്ന്. നീ ഒന്ന് പോയി തരുമോ, ഇത് ഇവിടെയല്ല, നിങ്ങൾ അവിടെ തൃശ്ശൂരാണ് നിങ്ങൾ പോകേണ്ടത്, നീ പോയി തരുമോ എന്ന് ചോദിച്ചാണ്. പിന്നെ അവിടെ എന്തെങ്കിലും കിട്ടണം എന്നാലേ പോകൂ. നിങ്ങൾ എന്ത് ചെയ്തത്, നമ്മൾ പോകില്ല, നമ്മൾ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് 2:45 സാധനം എടുത്തത്. അപ്പോൾ പിന്നെയുള്ളത് ബി ആണ്. അത് കഴിഞ്ഞിട്ട് B ആണ്. പെറ്റീഷണർ വിൽ ആൾസോ ബി അറ്റ് ലിബർട്ടി ടു സീക്ക്. വേണമെങ്കിൽ പെറ്റീഷണർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അവിടെ പോയിട്ട് ഇടക്കാല ആശ്വാസം തേടാൻ. എല്ലാ അവകാശവും അധികാരവും ബഡ്സ് ആക്ടിലുണ്ട്. അത് ഉപയോഗിക്കാനുള്ള കാര്യവും ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ബഡ്സ് ആക്ട് വായിച്ചാൽ മതി. 2 പേജേ ഉള്ളൂ ആ ബഡ്സ് ആക്ട്, അത് വായിച്ചാൽ മതി. ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ, കള്ളന്മാർ രാജ്യത്ത് ഇതുപോലെ പാവങ്ങളെ പറ്റിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കുന്നത്. പിന്നെയുള്ളത്
നമ്മൾ എന്താണ് പറഞ്ഞത്? എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, മറ്റേ ഡെസിഗ്നേറ്റ് കോർട്ടിൽ പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇടക്കാല ആശ്വാസം, എനിക്ക് ഇടക്കാല ആശ്വാസം തരൂ, എൻ്റെ ഒരു അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്തു തരൂ എന്നാണ് പറഞ്ഞത്. ഇടക്കാല ആശ്വാസം തേടിയിട്ടാണ് നമ്മൾ റിട്ട് പെറ്റീഷന് പോവുക. അപ്പോൾ എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് കോടതിയിൽ പോകാനും കോടതിൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ്, അല്ലെങ്കിൽ അവിടെ രണ്ടാമത് പറയുന്നത് ആ കോടതിയിൽ പോയിട്ട് ഇടക്കാല ആശ്വാസം, എനിക്ക് ഇടക്കാല ആശ്വാസം തരുന്നു പറഞ്ഞിട്ടാണ് അവിടെ കുത്തിയിരുന്നത്. ഇടക്കാല ആശ്വാസം നൽകാനും വേണ്ടി ഇൻ ഓർഡർ ടു എനാബിൾ ദ പെറ്റീഷണർ ടു ഡു മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് I direct that the provisional attachment against the accounts will take effect as on date which it was ordered. ഞാൻ പറയുന്നു ഇന്ന കാര്യങ്ങളിലേക്ക് കോടതിയിൽ പോകാനും അതിൻ്റെ ചെലവുകളും ഇവരുടെ ചെലവുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഓപ്പറേറ്റ് ദം സോൺലി ഫോർ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഇന്ന കാര്യങ്ങളിലേക്ക് കോടതിയിൽ പോകാനും അവരുടെ ആവശ്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് പെറ്റീഷണേഴ്സ് ടു ഓപ്പറേറ്റ് ദം സോൺലി അതിനു വേണ്ടി മാത്രമായിട്ട് ഫോർ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, however without accepting any deposit or operating any unregulated scheme, ഒരു തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാതെയും ഓർ ഓപ്പറേറ്റിംഗ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റുകൾ സ്കീമുകൾ ചെയ്യാതെയും നിങ്ങൾക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു ഇടക്കാല ആശ്വാസം 10 ദിവസത്തേക്ക് മാത്രമാണ്. ആ 10 ദിവസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിഗ്നേറ്റ് കോർട്ടിൽ പോകാം. ഈ 10 ദിവസം എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി കിട്ടിയ അന്ന് മുതലാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. Enable the petitioners to move the designated court in terms of for liberty, മേലെ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ജിനിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് പേ ഔട്ട് തരാനല്ല ഇത്. നിങ്ങളുടെ ഒന്നും പേ ഔട്ട് തരാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം, ഇത് അവസാനത്തെ കാര്യങ്ങളിൽ ഞാൻ കടക്കുകയാണ്, സമയം 15 മിനിറ്റ് ആവാന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഈ ഒരു ഓർഡർ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. അതിനുള്ള കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ഇവർ കൃത്യമായി പറയുന്നത് 10 ദിവസത്തിനിടയ്ക്ക് എന്നാണ്. നിങ്ങൾക്കറിയാം 23-ാം തീയതി മുതൽ 3-ാം തീയതി വരെ കോർട്ടിന് ലീവാണ്. പിന്നെയുള്ളത് ഇവരുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ അറ്റാച്ച് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് തൃശ്ശൂർ കലക്ടർ ഈ കോർട്ടിൽ സമർപ്പിച്ചിരിക്കുകയാണ്, സത്യവാങ്മൂലമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇവർ ഈ കോർട്ടിൻ്റെ ഉത്തരവ് എടുത്തിട്ട് എല്ലാ ബാങ്കിലും പോവും. ബാങ്ക് പറഞ്ഞു, അയ്യോ ഇതൊക്കെ ജില്ലാ കലക്ടർ ഇതിൻ്റെ നടപടിയൊക്കെ കോർട്ട് കൊടുത്തു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, കലക്ടറെ കാണിക്കൂ എന്ന് പറയും. കലക്ടർ പറയും, ഞാനിതാ അഫിഡവിറ്റുമായിട്ട് ഞാൻ മറ്റേ ജില്ലാ കോർട്ടിൽ സെഷൻ കോർട്ടിൽ കൊടുത്തു കഴിഞ്ഞല്ലോ എന്ന് പറയും. നിങ്ങൾ അവിടെ ജില്ലാ കോർട്ടിൽ പോവുകയെന്ന് പറയും. ജില്ലാ കോർട്ടിൽ പോകുമ്പോഴാണ് മനസ്സിലാവുക കോർട്ടിന് അവധിയാണ്. അവിടെ ആരെങ്കിലും ഉണ്ടായാൽ ഉണ്ടായി. ഇത് വലിയ ആരെയും തൂക്കിക്കൊല്ലുന്ന കേസൊന്നുമല്ലല്ലോ. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ പഠിച്ച് ഹൈക്കോടതിൻ്റെ ഉത്തരവുണ്ടല്ലേ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് നമുക്ക് ഡീഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതം തരാം, ഇത് നിങ്ങൾ തിരിച്ച് കലക്ടർക്ക് കൊടുക്കൂ എന്ന് പറയും.
അപ്പോൾ അതും എടുത്തിട്ട് ഇവർ കളക്ടർ അടുക്ക പോവും. കളക്ടർ പറയും അതെ കൃത്യമായിട്ട് പാലിക്കണം, ഗവൺമെൻറ് ഹൈക്കോടതിൻ്റെ ഉത്തരവ് കൃത്യമായി പാലിക്കുന്ന രീതിയിൽ ബാങ്ക് മാനേജർക്ക് നടപടി എടുക്കാമെന്ന് പറയും. അപ്പോൾ ഇതും എടുത്തിട്ട് ബാങ്ക് പോകുമ്പോൾ എന്താവും? ജനുവരി 3 or 4 കഴിഞ്ഞിട്ടുണ്ടാവും. ജനുവരി 3 or 4 കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ഓർഡറിലെ കൃത്യമായിട്ടുള്ള കണക്ക് അവസാനത്തെ കാര്യം പറയുന്നുണ്ട്. ഈ ഇളവ് എന്ന് പറയുന്നത് വെറും 10 ദിവസത്തേക്കാണെന്ന്. അവർ കലണ്ടർ മറിക്കുമ്പോൾ ഇത് 4 or 5 ആയിട്ടുണ്ടാവും. അപ്പോൾ പറയും വിട്ടോളി എന്ന് പറയും. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. ബൈ.